Question again. From the following data, calculate BP expressed in amount of sales in rupees. Okay. The number of unit that must be sold to earn profit of 60,000. Amount of sale alla ചോദിച്ചത് എത്ര എണ്ണം വിൽക്കണം എന്നാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ സെയിൽസ് പ്രൈസ് അല്ലേ, സെയിൽസ് പ്രൈസ് തന്നിട്ടുണ്ട് എത്ര രൂപയാ, 20 രൂപ പെർ യൂണിറ്റ് ആണ്. വേരിയബിൾ മാനുഫാക്ചറിങ് എക്സ്പെൻസ് 11 പെർ യൂണിറ്റ് ആണ്. വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് അല്ലെ, വേരിയബിളിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നത്. യു ഹാവ് ടു ആഡ് ഇറ്റ്. Then fixed factory overhead 5,40,000, fixed selling cost 2,52,000. You have to add. So ഇത് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഇത് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാ, ബി പി സെയിൽസ് ആണ് അല്ലെ. ഫസ്റ്റ് ബി പി സെയിൽസ്. അപ്പം ബി പി സെയിൽസ് is equal to എന്താ ഇക്വേഷൻ, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. പുതിയ ഇക്വേഷൻ എന്തായിരുന്നു, പി വി റേഷ്യോ ഉപയോഗിച്ചിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി ആർ കണ്ടാൽ മതി അല്ലേ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ അത്ര ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ കാണുന്നു. ഓക്കെ ശരി. അപ്പൊ ഇതില് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടോ, ക്വസ്റ്റ്യനില് തന്നിട്ടുണ്ട് അല്ലേ. കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ടോ, ഇല്ല. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണ്ടേ, എങ്ങനെ കണ്ടുപിടിക്കുക, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ. സോ ഇവിടെ നമുക്ക് വേരിയബിൾ കോസ്റ്റും കണ്ടുപിടിക്കേണ്ടതുണ്ട്. വേരിയബിൾ കോസ്റ്റ് എത്രയാ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 11 പ്ലസ് 3 ഇസിക്കൽ ടു 14 സെല്ലിംഗ് പ്രൈസ് എത്രയാ, 20 ആണ്. അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുകൂടെ, കോൺട്രിബ്യൂഷൻ ഇസിക്കൽ ടു സെയിൽസ് എത്രയാ, 20 അല്ലെ. 20 മൈനസ് വേരിയബിൾ കോസ്റ്റ് എത്രയാ, 14 ഇസിക്കൽ ടു 6. അപ്പൊ കോൺട്രിബ്യൂഷനായി ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് എത്രയാ, ഫിക്സഡ് കോസ്റ്റ് യെസ് 5,40,000 പ്ലസ് 2,52,000 അല്ലെ, 7,92,000 വരും അല്ലെ, 7,92,000 അതാണ് എന്ത് വരുന്നത്, ഫിക്സഡ് കോസ്റ്റ്. സോ ഇനി നമുക്ക് ബി പി ഇക്വേഷനിലേക്ക് കടക്കാം. ബി പി ഇക്വേഷൻ ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഇടുന്നു. നമ്മൾ കണ്ടുപിടിച്ച എത്രയാ, 7,92,000 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എത്രയാ, ഇൻറ്റു സെയിൽസ് എത്രയാ, 14 അല്ലേ, അല്ല 20 അല്ലേ. സെല്ലിംഗ് പ്രൈസ് എത്രയാ, 20 ആണ് അല്ലെ, 20. ഓക്കെ, ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയേ. ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 26,40,000 കിട്ടും. 26,40,000 കിട്ടും. ഇതിന്റെ അർത്ഥം എന്താ, 26,40,000 ആയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ ബി പി അച്ചീവ് ചെയ്തു അല്ലെ, ബി പി പോയിന്റിൽ എത്തി എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ പ്രോഫിറ്റ്, ദർ ഇസ് നോ ലോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക്. സോ ഇതാണ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് 60,000. എന്തായിരുന്നു അതിന്റെ ഇക്വേഷൻ വരിക, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് കഴിഞ്ഞാൽ സെയിൽ എത്രക്ക് വിറ്റാൽന്ന് കിട്ടും. അത് ചെയ്യാതിരിക്കുക, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം വിറ്റാൽന്ന് കിട്ടും. ഇൻറ്റു സെയിൽസ് ഇട്ട് കഴിഞ്ഞാലോ ഇത്ര രൂപയ്ക്ക് വിറ്റാൽ, ഇത്ര രൂപയ്ക്ക് നമ്മൾ ചോദിച്ചത് നമ്പർ ഓഫ് യൂണിറ്റ് അല്ലെ, നമ്പർ ഓഫ് യൂണിറ്റ് ദാറ്റ് മസ്റ്റ് ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 60,000. എത്ര എണ്ണം വിൽക്കണമെന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ സെയിൽസ് കൊണ്ട് ഗുണിക്കേണ്ട ആവശ്യമില്ല. Therefore, ഫിക്സഡ് കോസ്റ്റ് എത്രയാ, 7,92,000 പ്ലസ് എത്ര പ്രോഫിറ്റാ പറഞ്ഞത്, 60,000 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എത്രയാ, 6 അല്ലെ, 10,000 8,02,000 സോറി 60,000 ഡിവൈഡ് ബൈ 1,42,000 യൂണിറ്റ്. ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാ, 1,42,000